അപ്പോൾ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമഃ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഘവേ കേതുവേ നമഃ. അപ്പോൾ അങ്ങനെ ഗുരുക്കന്മാരെ വന്ദിച്ചു നവഗ്രഹ സ്തുതിയോടുകൂടി നമുക്ക് ജ്യോതിഷ പഠനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിൻ്റെ കണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. അത് വേദത്തിൻ്റെ ഉപഭാഗമായ വേദാംഗത്തിലെ 6 വേദാംഗങ്ങളുണ്ട്. അതിൽ ഒരു വേദ അംഗമാണ് ജ്യോതിഷം. അംഗം മീൻസ് അവയവം ആണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ വേദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വേദാംഗത്തിലെ ഒരു ഭാഗമാണ് ജ്യോതിഷം. അപ്പം അങ്ങനെ പല ഉപശാഖകളൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ തറവാടുകളിലും വീടുകളിലുമൊക്കെ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ അറിയാവുന്ന കാരണവന്മാരെന്നൊക്കെ പറയും ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും നമ്മുടെ ആ രീതിയിലും സാമൂഹ്യ രീതികളിലൊക്കെ മാറ്റം വന്നപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചു. ഇപ്പോൾ അതിന് കുറച്ച് ഉണർവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് കുറച്ചുകൂടെയൊക്കെ ഉണർവ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. അതുപോലെ വേദത്തിലുള്ള എല്ലാം വളരെ ശാസ്ത്രീയമാണ്. അത് പ്രത്യേകിച്ച് ജ്യോതിഷം എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഒരാളെങ്കിലും പഠിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഭാവിയും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ജ്യോതിഷം ഉപയോഗിച്ച് നമുക്ക് കുറേയൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി നമുക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ച് കുറേ മുൻകരുതലുകളൊക്കെ എടുത്ത് ജീവിതം കുറച്ചുകൂടെ സുഗമമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് നീങ്ങണം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ജ്യോതിഷം മനസ്സിലാക്കി അവരുടെ ഗ്രഹനിലയൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വലിയ ജ്യോതിഷ പ്രൊഫഷണൽസ് ആകുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ജ്യോതിഷ നിത്യജീവിതത്തിൽ അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ. നിത്യജീവിതത്തിൽ ജ്യോതിഷം എങ്ങനെയാണ് നമുക്ക് കുടുംബത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു ബേസിക് നോളജ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗഹനമായ പഠനം വരുന്നില്ല. അതിലേക്ക് പിന്നീട് നമുക്ക് പോകാം, താല്പര്യമുള്ളവർക്ക് പോകാം. എങ്കിലും എല്ലാവരും ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറേ അധികമുണ്ട്. നവഗ്രഹങ്ങളുണ്ട്. നവഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, അതെല്ലാം നമ്മൾ കണ്ടു. നവഗ്രഹ കാരകത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തു. ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം, പിന്നീട് എന്താണ് ഉച്ചക്ഷേത്രം, ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകുന്നത് ഏത് രാശിയിൽ വരുമ്പോഴാണ്. ഇപ്പം അങ്ങനെ 12 രാശിയുണ്ട്. ആ രാശികളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ രാശികൾക്ക് ഓരോ അധിപന്മാരുണ്ട്. ആ അധിപന്മാർ അവരുടെ ക്ഷേത്രത്തിന് സ്വക്ഷേത്രം എന്ന് പറയും. അതുപോലെ തന്നെ ആ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഗ്രഹനില എടുക്കുമ്പോഴത്തേക്കും ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ 12 രാശിയുണ്ട്. അതിലേതെങ്കിലും ഒരു രാശിയിലായിരിക്കും ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അയാളുടെ ഫലം, ഭാവി കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനെ ആശ്രയിച്ചായിരിക്കും സംഭവിക്കുന്നത്. ആ ഗ്രഹങ്ങൾ അതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഗ്രഹങ്ങളുടെയും ഉച്ചക്ഷേത്രമാണ് നമ്മൾ കണ്ടത്. അതൊക്കെ പഠിച്ചതാണ്. പിന്നീട് ഗ്രഹ തത്വങ്ങൾ, നീചഗ്രഹം, ആ ഗ്രഹത്തിന് 7ാമത്തെ രാശിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഉച്ച
ക്ഷേത്രത്തിൽ നിന്ന് 7ാമത്തെ രാശിയിലെത്തുമ്പോൾ നീചക്ഷേത്രമാണ്. അവിടെ അതിന് ബലം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ 0 ബലം ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നമ്മൾ കണ്ടു. എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് ദൃഷ്ടിയുണ്ട്. അതുകൂടാതെ ചില ഗ്രഹങ്ങൾക്ക് വിശേഷ ദൃഷ്ടികളുണ്ട്. അതിവിടെ നമ്മൾ പഠിച്ചത്. പിന്നെ ദശാപഹാരങ്ങളുണ്ട്, ദശാകാലങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഏത് ദശാകാലമായിരിക്കും ആദ്യം വരുന്നത്, അതൊക്കെ നമ്മൾ കണ്ടു. ഒരു നക്ഷത്രം അറിയാമെങ്കിൽ നമുക്ക് പറയാം, അയാൾ ജനിച്ചത് ഇന്ന ദശാകാലത്തായിരിക്കും എന്ന് നമുക്ക് ഈ ചാർട്ട് വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫോണിൽ അതിൻ്റെ ഇമേജ് സൂക്ഷിച്ചാലും മതി. ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യം അറിയാൻ പറ്റും. പക്ഷേ ഫോൺ റീസെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഗ്രഹങ്ങളുടെ ബന്ധുത്വം, ശത്രുത്വം അങ്ങനെയുള്ള, അതായത് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ചിലപ്പോൾ ഒരു രാശിയിലെത്തിയേക്കാം. അപ്പോൾ ശത്രുഗ്രഹങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഫലം? ബന്ധുഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബന്ധു ശത്രു ഒന്നിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സമന്മാരാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ശത്രുഗ്രഹം ബന്ധുഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുക, ബന്ധുഗ്രഹം ശത്രുഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുക. അപ്പോൾ അങ്ങുണ്ടാകുന്ന ആ ഒരു ബലാബലങ്ങളാണ് പല ആളുകളുടെയും ഗ്രഹനിലയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇതാണ് ബന്ധു ശത്രുക്കളുടെ ചാർട്ട്. ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ പല പല ഗ്രഹനിലകൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഈ ചാർട്ടുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗ്രഹനില കഴിയുന്നതും പഠിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിശകലനം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പേഴ്സെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു 100ഓളം ഗ്രഹനിലകൾ പഠിക്കണം. ഒരു വർഷം കൊണ്ടോ ഒരു 1-2 വർഷം കൊണ്ട് മതി. അപ്പോൾ അത്രയും 2 വർഷം കൊണ്ട് ഒരു 100 ഗ്രഹനില നമ്മൾ ഗഹനമായിട്ട് ഇത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം നമുക്ക് ബൈഹാർട്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അങ്ങനെ പ്രായോഗിക നോളജ് കൊണ്ട് മാത്രമേ നമുക്ക് ഒരു 1-2 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഒരു നല്ലൊരു അറിവ് ജ്യോതിഷത്തെപ്പറ്റി നമുക്കുണ്ടാകും. പിന്നെ ഗ്രഹങ്ങളുടെ ദേവത, അതായത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ദേവത ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫലങ്ങൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഫലം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ആ ദേവതയാണ് നിശ്ചയിക്കുന്നത്. ആ ഗ്രഹങ്ങൾ അവിടെ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. മനസ്സിലായോ? അതാണ് നമുക്കൊരു ഓരോ സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോൾ കാണാം. ഇന്ന ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയം, അല്ലെങ്കിൽ ഇന്ന ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പൊൻകുന്നം, ഇന്ന സ്ഥലത്തേക്ക് പോയാൽ എറണാകുളം എന്നൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ആ ബോർഡ് മാത്രമാണ് ഒരു പരിധിവരെ ഗ്രഹങ്ങൾ. അപ്പോൾ ഗ്രഹങ്ങളുടെ ദേവതയാണ് അവിടെ അതിൻ്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ശക്തി, അതായത് അതിൻ്റെ പവർ എന്ന് പറയുന്നത് ആ ദേവതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന ഗ്രഹത്തിന് മോശമായി കഴിഞ്ഞാൽ ഇന്ന ദേവതയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഉപാസിക്കുകയും അതിന് വഴിപാടുകൾ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ കാലം പോയപ്പോഴത്തേക്കും ആളുകൾ എന്ത് ചെയ്തു, ഗ്രഹങ്ങൾക്ക് വേണ്ടി മന്ത്രമൊക്കെ എഴുതി ആ ഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങി. അതൊരു പിന്നീട് വന്നൊരു സംഭവമായിരിക്കാം. ഇതേപോലെ ലോഹങ്ങളുണ്ട്, ഓരോ ഗ്രഹങ്ങളുടെ ലോഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ആ ലോഹങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് വന്നത് രത്നങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ രത്നങ്ങളാകാം. അപ്പോൾ ഒരു ആഭരണം, ഒരു ഭൂഷണമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ സാമ്പത്തിക ഇതനുസരിച്ച് ഗ്രഹങ്ങളാണെങ്കിലും, ഗ്രഹങ്ങൾക്ക് രത്നമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ലോഹങ്ങളാണെങ്കിലും എല്ലാം ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രത്നങ്ങൾ, അങ്ങനെ പല ഗ്രഹനിലകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോരോ ഗ്രഹനില എടുത്ത് നമുക്കത് വിശകലനം ചെയ്യാം.